കൺസിസ്റ്റൻ്റ് വെൽത്ത് ക്രിയേഷനും വിശ്വാസ്യതയ്ക്കും പേരെടുത്ത ടാറ്റ മോട്ടോഴ്സിലെ 5 സ്റ്റോക്കുകൾ ഓൾ ടൈം ഹൈയിൽ നിന്നും 40% ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നു. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ പെർഫോമൻസ് മോശമായതും ഓവറോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ബിയറിഷ് ആയതും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ഹെവി സെല്ലിംഗ് നടത്തുന്നതാണ് ടാറ്റ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകളുടെ മോശം പെർഫോമൻസിന് പിന്നിലെ പ്രധാന കാരണം. അതേസമയം ടാറ്റ ഗ്രൂപ്പിലെ ഈ സ്റ്റോക്കുകൾക്ക് ഡൊമസ്റ്റിക് ബ്രോക്കേജ് ഏജൻസികൾ സ്ട്രോങ് റേറ്റിംഗ് അല്ലെങ്കിൽ സ്ട്രോങ് ബൈ എന്ന റേറ്റിംഗ് നൽകുകയും കൺസിഡറബിൾ അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ്. 52 വീക്ക് ലോയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് ഇപ്പോഴും ഡൗൺവേർഡ് ട്രെൻഡിലാണ്. 52 വീക്ക് ഹൈ 1179. 1179 താരതമ്യപ്പെടുത്തുമ്പോൾ 40% ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് ലഭ്യമാണ്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് സെഷൻ മുതൽ കമ്പനിയുടെ പെർഫോമൻസ് മോശമായിരുന്നു. ഇന്ത്യയിലേക്ക് ഇലക്ട്രിക് വെഹിക്കിൾ ഇമ്പോർട്ട് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി EV ഇമ്പോർട്ട് ടാക്സ് 110% നിന്നും 15% കുറച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഓട്ടോമൊബൈൽ EV സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഹെവി സെല്ലിംഗ് വന്നിരുന്നു. ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഹ്യുണ്ടായി തുടങ്ങിയ സ്റ്റോക്കുകളിലെല്ലാം തന്നെ 2 മുതൽ 6% ഇടിയുകയും ചെയ്തു. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ സിംഗിൾ ഡേയിൽ ഏറ്റവും വലിയ സെല്ലിംഗ് വന്നെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ക്വാർട്ടർലി റിസൾട്ട് സെഷന് ശേഷം തന്നെ കറക്ഷൻ ആരംഭിച്ചതുകൊണ്ട് അത്ര വലിയ സിംഗിൾ ഡേ സെല്ല് നമ്മൾക്ക് ടാറ്റ മോട്ടോഴ്സിൽ കാണാൻ സാധിച്ചില്ല. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 22% ഇടിഞ്ഞ് 5451 കോടിയും റവന്യൂ 3% വർദ്ധിച്ച് 1.13 ലക്ഷം കോടിയുമായി രേഖപ്പെടുത്തിയിരുന്നു. ടാറ്റ മോട്ടോഴ്സിൻ്റെ തന്നെ ക്യാഷ് കൗ എന്ന് വിശേഷിപ്പിക്കാവുന്ന ജഗ്വാർ ലാൻഡ് റോവറും ഗ്ലോബലി വളരെ വലിയ ചലഞ്ചസുകൾ നേരിടുകയാണ്. ഗ്ലോബൽ മാർക്കറ്റിലും ചൈനീസ് മാർക്കറ്റിലും കമ്പനിയുടെ പെർഫോമൻസ് മോശമായിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ മറ്റ് ചില ചൈനീസ് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറുകൾ ജഗ്വാർ ലാൻഡ് റോവറിന് കനത്ത വെല്ലുവിളി നൽകുകയും ചെയ്യുന്നു. എന്നിട്ടും സ്റ്റോക്ക് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. അനലിസ്റ്റുകൾ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 980 രൂപയുടെ ടാർഗറ്റും നൽകുന്നുണ്ട്. ഇൻഗ്രിഡ് ഇക്വിറ്റീസ് എന്ന ബ്രോക്കേജ് ഏജൻസി പറയുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷോർട്ട് ടൈം ഡിമാൻഡ് ചലഞ്ചസുകൾ വരും സമയങ്ങളിലും തുടരാൻ സാധ്യതയുണ്ട്. കൂടാതെ കമ്പനിക്ക് മുകളിലുള്ള കടബാധ്യതയും ഒരു പ്രധാന പ്രശ്നമാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എബിറ്റ കട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൻഗ്രിഡ് ഇക്വിറ്റീസ് എന്ന ബ്രോക്കേജ് ഏജൻസി സ്റ്റോക്കിന് റെഡ്യൂസ് എന്ന റേറ്റിംഗും 661 രൂപയുടെ ടാർഗറ്റും നൽകുന്നു. ഓൾ ടൈം ഹൈയിൽ നിന്നും 50% ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന സ്റ്റോക്ക് ആയതുകൊണ്ട് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സിഗ്നൽ ഒന്നും വന്നിട്ടുമില്ല. രണ്ടാമത്തേത് ടാറ്റ ഗ്രൂപ്പിൻ്റെ തന്നെ ട്രെൻഡ് ലിമിറ്റഡ് ആണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും സ്റ്റോക്ക് 1.3% ഇടിഞ്ഞ് 5032 ക്ലോസിംഗ് നൽകി. 1.79 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 92.5. ഡിവിഡൻഡ് ഈൽഡ് ഫ്ലാറ്റ്. 52 വീക്ക് ഹൈ 8345. 52 വീക്ക് ഹൈയിൽ നിന്നും 40% ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് ലഭ്യമാണ്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 33% വർദ്ധിച്ച് 497 കോടിയും റവന്യൂ 34% വർദ്ധിച്ച് 4657 കോടിയുമായി രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ സെയിം സ്റ്റോർ സിംഗിൾ ഡിജിറ്റിലും നമ്മൾക്ക് സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്തിലും സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് നമ്മൾക്ക് കാണാൻ സാധിച്ചിരുന്നു. ഈ ക്വാർട്ടറിൽ സ്റ്റുഡിയോ വെസ്റ്റ് സൈഡ് എന്നീ സബ് ബ്രാൻഡുകൾക്ക് കീഴിൽ കമ്പനി പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. സ്റ്റുഡിയോയ്ക്ക് കീഴിൽ 58 സ്റ്റോറുകളും വെസ്റ്റ് സൈഡിന് കീഴിൽ 12 സ്റ്റോറുകളുമാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതേസമയം ചില അനലിസ്റ്റുകൾ സ്റ്റോക്കിന് സെൽ എന്ന റേറ്റിംഗും 4200 രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട്. ആക്സിസ് സെക്യൂരിറ്റി എന്ന ഡൊമസ്റ്റിക് ബ്രോക്കേജ് ഏജൻസി സ്റ്റോക്കിൽ ബൈ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. കമ്പനിയുടെ എല്ലാ ഫോർമാറ്റിലും ഓവറാൾ ഏണിംഗ് ഇംപ്രൂവ് ആയതിൻ്റെ പശ്ചാത്തലത്തിൽ ആക്സിസ് സെക്യൂരിറ്റീസ് ബൈ എന്ന റേറ്റിംഗും 7100 രൂപയുടെ ടാർഗറ്റും നൽകി. ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന മൂന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ സ്റ്റീലാണ്. ഓൾ ടൈം ഹൈയിൽ നിന്നും 28% ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ടാറ്റ സ്റ്റീലിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ പെർഫോമൻസ് മോശമായിരുന്നു. ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റ് 36% ഇടിഞ്ഞ് 326 കോടിയായി മാറുകയും റവന്യൂ 3% ഇടിഞ്ഞ് 53,648 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. യുകെയിലെ ടാറ്റ സ്റ്റീലിൻ്റെ പെർഫോമൻസ് അത്ര മികച്ചതല്ല. അതേസമയം ഇന്ത്യയിലെ ടാറ്റ സ്റ്റീലിൻ്റെ പെർഫോമൻസ് ഓക്കെയുമാണ്.
UK-യിലുണ്ടായിരിക്കുന്ന കമ്പനിയുടെ മോശം പെർഫോമൻസിൻ്റെ ഇമ്പാക്റ്റ് സ്റ്റോക്കിൽ പലപ്പോഴും പ്രതിഫലിച്ചിട്ടുമുണ്ട്. അനലിസ്റ്റുകൾ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 175 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് നൽകാനുള്ള പ്രധാന കാരണം ടാറ്റ സ്റ്റീൽ അതിൻ്റെ പ്രൊഡക്ഷൻ റാമ്പ് ചെയ്യുകയാണ്. KPO2 സൈറ്റിൽ 0.85 മെട്രിക് ടൺ പെർ ആനം ശേഷിയുള്ള മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി വർധനവ് വഴി ടോട്ടൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ 3 മെട്രിക് ടൺ പെർ ആനം റേറ്റിൽ വർധനവ് വരുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 145 രൂപയുടെ ലെവലാണ് ടാറ്റ സ്റ്റീലിന് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടാറ്റ സ്റ്റീൽ എന്ന കമ്പനി ഫണ്ട് റൈസ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപയുടെ 3000 NCDകൾ ഇഷ്യൂ ചെയ്ത് 3 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാനുള്ള പ്ലാനാണ് കമ്പനി നടപ്പിലാക്കിയിരിക്കുന്നത്. കൂടാതെ ബ്രോക്കേജ് ഏജൻസികളുടെ റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാലും ഒട്ടുമിക്ക ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ബ്രോക്കേജ് ഏജൻസികൾ സ്റ്റേബിൾ പോസിറ്റീവ് ഔട്ട്ലുക്ക് നൽകുന്നുണ്ട്. ഇന്ത്യ റേറ്റ് ഹയസ്റ്റ് ഗ്രേഡും സ്റ്റേബിൾ ഔട്ട്ലുക്കുമാണ് നൽകിയിരിക്കുന്നത്. ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന ടാറ്റ ഗ്രൂപ്പിലെ 4ാമത്തെ സ്റ്റോക്ക് ടൈറ്റാൻ കമ്പനി ലിമിറ്റഡ് ആണ്. ടൈറ്റാൻ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.48% ഇടിഞ്ഞു. 52 വീക്ക് ഹൈ 3867, 52 വീക്ക് ലോ 3055, 52 വീക്ക് ലോയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഏകദേശം ഫ്ലാറ്റ് ആയിരുന്നു. 1396 കോടിയുടെ പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2025 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 3യിൽ ജുവലറി റവന്യൂവിൽ 26%, എബിറ്റയിൽ 15% വളർച്ച ഇയർ ഓൺ ഇയറിൽ കമ്പനി കൈവരിക്കാൻ സാധ്യതയുണ്ടെന്ന് ആൻറ്റിക് എന്ന സ്റ്റോക്ക് ബ്രോക്കിംഗ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും ടൈറ്റാനിന് 4184 രൂപയുടെ ടാർഗറ്റുമാണ് ക്വാർട്ടർലി അനലിസ്റ്റ് നൽകിയിരിക്കുന്നത്. കൂടാതെ ജുവലറി ഇൻഡസ്ട്രിയിൽ ഫാസ്റ്റർ ഫോർമേഷൻ വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കാമെന്നും മോത്തിലാൽ ഓസ്വാൾ പറയുന്നുണ്ട്. കൂടാതെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റോർ അഡീഷനും മൾട്ടി ഫോർമാറ്റ് പ്രസൻസും ബെസ്റ്റ് കസ്റ്റമർ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെയും പശ്ചാത്തലത്തിൽ മോത്തിലാൽ ഓസ്വാൾ ബൈ എന്ന റേറ്റിംഗും 4000 രൂപയുടെ ടാർഗറ്റ് നൽകുന്നുണ്ട്. ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന ടാറ്റ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ കമ്പനി എന്ന് പേരെടുത്ത TCSും ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന ഒരു സ്റ്റോക്കാണ്. TCS 52 വീക്ക് ഹൈ ആയ 4592 രൂപയിൽ നിന്നും ഇടിഞ്ഞ് 3789 ട്രേഡ് ചെയ്യുന്നു. വാല്യൂഷൻ 28.12. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ പെർഫോമൻസ് ഡീസൻ്റ് ആയിരുന്നു. കമ്പനിയുടെ പ്രോഫിറ്റ് 11.9% വർദ്ധിച്ച് 12380 കോടിയും റവന്യൂ 5.6% വർദ്ധിച്ച് 63973 കോടിയുമായി രേഖപ്പെടുത്തിയിരുന്നു. ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഔട്ട്ലുക്ക് പോസിറ്റീവാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അനലിസ്റ്റുകൾ, അതായത് കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ സെക്യൂരിറ്റീസ് ഉൾപ്പെടെയുള്ള അനലിസ്റ്റുകൾ എന്ന റേറ്റിംഗും 4550 രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട്. 40%-ലേറെ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന ടാറ്റ ഗ്രൂപ്പിലെ മറ്റൊരു സ്റ്റോക്ക് ടാറ്റ ടെക്നോളജിയാണ്. ടാറ്റ ടെക്നോളജി 741 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഓൾ ടൈം ഹൈയിൽ നിന്നും 40%-ലേറെ ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 30,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 46.38. ഇയർ ഓൺ ഇയറിൽ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ പെർഫോമൻസ് ഏകദേശം ഫ്ലാറ്റ് ആയിരുന്നു. റവന്യൂ ഫ്രം ഓപ്പറേഷൻ വെറും 2% വർദ്ധിച്ച് 1289 കോടിയിൽ നിന്നും 1317 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ലോങ് ടൈമിൽ മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്ന് പല അനലിസ്റ്റുകളും പറയുന്നു. ഡെയിലി ചാർട്ടിൽ സ്റ്റോക്ക് ബിയറിഷ് ഔട്ട്ലുക്കാണ്. ട്രെൻഡ് റിവേഴ്സൽ വരുന്നതുവരെ സ്റ്റോക്കിൽ നിന്നും മാറി നിൽക്കാവുന്നതുമാണ്. ഇനി പല ബ്രോക്കേജ് ഏജൻസികളും ലോങ് ടൈം, മീഡിയം ടൈം പോയിന്റ് ഓഫ് വ്യൂ പല ടാർഗറ്റുകളാണ് നൽകിയിരിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 770-780 എന്ന സോൺ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സോണായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. കൂടാതെ 750 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 700 ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. 750-ന് മുകളിൽ സ്റ്റോക്ക് ഡിസിസീവ് ബ്രേക്കൗട്ട് നൽകിയാൽ 800 വരെ സ്റ്റോക്ക് ഉയരാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.